151 മുന്നോട്ട് പോകുവാൻ പല കാര്യങ്ങളും നമ്മൾക്ക് തുടരേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ ഒരിക്കലും സാധ്യമല്ലല്ലോ. നമ്മളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല കാര്യങ്ങൾ തുടരുക തന്നെ വേണം. എത്ര വ്യക്തികൾ അവരുടെ ജീവിതോപാധി വർഷങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് കാര്യവും ഒരുപക്ഷെ തുടങ്ങാൻ എളുപ്പമായിരുന്നിരിക്കാം, പക്ഷേ എങ്കിൽ അതിൽ തുടരാൻ അല്പമെങ്കിലും കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണ് നമ്മൾ തുടരുന്നത്, അതാണ് നമ്മുടെയൊക്കെ ഭാവി ജീവിതത്തെ സ്വാധീനിക്കുന്നത്. എന്തു കാര്യത്തിലും തുടരണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. ചെയ്യുന്ന കാര്യത്തിൽ നഷ്ടങ്ങൾ ഒരു പരിധിയിലധികം ഉണ്ടായാലും സ്വാഭാവികമായി തുടരുവാൻ കഴിയില്ലല്ലോ. ലാഭത്തിൽ പോയാൽ മാത്രമാണ് പല കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുള്ളൂ. കാലത്തിൻ്റെതായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വിജയം നേടുന്നതിനുള്ള പരിശ്രമം തുടരാൻ സാധിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ തുടരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 152. നമ്മുടെ ചുറ്റിലും ശരിയും തെറ്റുകളുമുണ്ട്. നമ്മൾക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പല തെറ്റുകളും നമുക്ക് സംഭവിക്കാറുണ്ട്. മുന്നോട്ടുള്ള തെറ്റായ കാര്യങ്ങൾ അവഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശരിയായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. തെറ്റായ കാര്യങ്ങൾ ശരിയാണെന്ന് കരുതി പരിഗണിച്ചാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപക്ഷെ നമ്മൾക്കുണ്ടായേക്കാം. തെറ്റായ കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പ്രതിരോധിക്കാനും അവസരത്തിനൊത്ത് പ്രതിഷേധിക്കാനും നിയമത്തിൻ്റെ വഴി സഞ്ചരിക്കാനും കഴിയണം. തെറ്റുകൾ എന്നും തെറ്റുകൾ തന്നെയാണ്. തെറ്റിനെ എത്രയൊക്കെ ന്യായീകരിച്ചാലും അതൊരിക്കലും ശരിയാകില്ലല്ലോ. ശരികൾ കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോൾ പലപ്പോഴും തെറ്റുകളിലേക്ക് വഴിതെറ്റി കടന്നു പോയേക്കാം. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതും നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടല്ലോ. തെറ്റായ കാര്യങ്ങളെ അവഗണിച്ചാൽ മാത്രമേ ഒരുപക്ഷെ നേരായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. തെറ്റായ കാര്യങ്ങൾ കേട്ടു അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു തെറ്റ്. ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അനുഭവിക്കുക ഒരുപക്ഷെ മറ്റു പലരുമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ ഒരിക്കൽ സംഭവിക്കാം, ഒരുപക്ഷെ പല ആവർത്തിയും സംഭവിച്ചേക്കാം. തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുക. തെറ്റുകൾ സംഭവിച്ചാൽ ഭാവിയിൽ വീണ്ടും തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ തിരുത്തുകൾ വരുത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. എല്ലാവരുടെയും തെറ്റുകൾ എല്ലാവർക്കും എപ്പോഴും തിരുത്തി കൊടുക്കാനാവില്ലല്ലോ. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തെറ്റായ കാര്യങ്ങൾ മോശമായ രീതിയിൽ ഒരിക്കലും സ്വാധീനിക്കാൻ പാടില്ലല്ലോ. തെറ്റിലൂടെ ഉണ്ടായ പല നഷ്ടങ്ങളും നമ്മൾക്ക് ആർക്കും തന്നെ എപ്പോഴും നികത്താൻ സാധിച്ചെന്ന് വരത്തില്ല. ഏത് തെറ്റിനായാലും ഏത് ശരികൾക്കായാലും അതിൻ്റെതായ ഫലം എന്നെങ്കിലും ഒരിക്കൽ ഉണ്ടാവാതിരിക്കില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും എത്രയൊക്കെ സുഖം ഉണ്ടെങ്കിൽ കൂടിയും നാളുകളിൽ ആ സുഖം ഒന്നും ഉണ്ടാകില്ല എന്നത് തിരിച്ചറിയാൻ ഇനിമേറെ വൈകരുത്. തെറ്റിലൂടെ കിട്ടുന്നതൊന്നും ഒരിക്കലും സ്ഥിരമല്ല. നാളിതുവരെ നമ്മൾ വരുത്തിയ തെറ്റുകൾ മനസ്സിലാക്കാനും തിരുത്താനും ആത്മാർത്ഥമായി ശ്രമിക്കാം. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ലക്ഷ്യം നേടിയെടുക്കാൻ ഒരിക്കലും വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കരുത്. എല്ലാവർക്കും തെറ്റായ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ശരികളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അധ്യായം 153. നമ്മൾക്കുണ്ടാകുന്ന തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തോൽവിക്ക് കാരണമായേക്കാം. ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിലാണ് തെറ്റായ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കാൻ ഒരുപക്ഷെ കഴിയുക. തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിച്ചില്ല എങ്കിൽ നമ്മൾക്ക് പിന്നീട് ദുഃഖത്തിന് കാരണമായി തീർന്നേക്കാം. നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ ഒരു പരിധിവരെ പഠിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. തെറ്റായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാം. ജീവിതത്തിൽ ഉയർച്ചകൾ സ്വന്തമാക്കണമെങ്കിൽ തെറ്റായ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. തെറ്റായ കാഴ്ചപ്പാടുകൾ തിരുത്തിക്കൊണ്ട് ശരിയായ കാഴ്ചപ്പാടുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ശരിയായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തെറ്റായ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കാൻ കഴിയട്ടെ. 154. നമ്മുടെ ചിന്തകളിലേക്ക് നല്ലതും മോശമായതും കടന്നു വന്നേക്കാം. മോശമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒരുപക്ഷെ കാരണമായി തീർന്നേക്കാം. തെറ്റായ ചിന്തകളെ അകറ്റാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. ശരികൾ ഏതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് പലപ്പോഴും തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുക. തെറ്റായ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഭാവിയിൽ വിജയം നേടുന്നതിന് തടസ്സം സൃഷ്ടിച്ചേക്കാം. നമ്മൾക്ക് വിജയം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തെറ്റായ ചിന്തകൾ ഉപേക്ഷിക്കേണ്ടത് വളരെയേറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തെറ്റായ ചിന്തകളെ അകറ്റി പകരം നല്ല ചിന്തകളെ സ്വീകരിച്ചു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 155. നമ്മൾക്ക് പല കാര്യങ്ങൾക്കും മുൻവിധികൾ ഉണ്ടാകാറുണ്ട്. തെറ്റായ മുൻവിധി പലപ്പോഴും സങ്കടത്തിനും തോൽവികൾക്കും കാരണമായേക്കാം. ആരെയും കുറച്ചോ തെറ്റായ മുൻവിധി നമ്മൾക്കുണ്ടാവാതിരിക്കട്ടെ. തെറ്റായ മുൻവിധികളാണ് പലർക്കും വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. തെറ്റായ മുൻവിധികളെ നേരായ വിധത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. തെറ്റായ മുൻവിധികൾ തിരുത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ഓരോ വ്യക്തികൾക്കും ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരിക്കലും മരണമുണ്ടാകുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. മരണം എപ്പോഴാണ് ഒരാൾക്കുണ്ടാവുക എന്നത് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയണമെന്നില്ല. ജീവിതത്തിൽ വിജയിക്കാൻ തെറ്റായ മുൻവിധികളെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പലരിൽ നിന്നും കേൾക്കുന്ന തെറ്റായ മുൻവിധികളെ തിരുത്താൻ നമ്മൾ സ്വയം തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. അതിനെ ആർക്കും തടുക്കാൻ കഴിയില്ലല്ലോ. തെറ്റായ മുൻവിധി ആർക്കും നല്ലതല്ല. തെറ്റായ മുൻവിധികളെ ഉപേക്ഷിക്കാൻ ആത്മാർത്ഥമായി തയ്യാറാവുക. നമ്മുടെ മനസ്സിലുള്ള തെറ്റായ മുൻവിധികളെ അകറ്റിക്കൊണ്ട് ശരിയായ കാര്യങ്ങൾ സ്വീകരിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 156. നമ്മൾ ചെയ്യുന്ന തെറ്റായ രീതി ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. തെറ്റായ രീതി നമ്മൾ ആർക്കും
തന്നെ ഗുണം ചെയ്യുന്നില്ല. ശരിയായ രീതികൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് തെറ്റായ രീതി തിരുത്താൻ കഴിയുകയുള്ളൂ. തെറ്റായ രീതി തുടരുന്നത് നമുക്ക് ദുഃഖത്തിനും നാശത്തിനും കാരണമാകുമെന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. തെറ്റായ രീതികൾ ആരിൽ നിന്നായാലും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. തെറ്റായ രീതികൾ ആരിൽ നിന്നായാലും പിന്തുടർന്നാൽ ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് വരെ ഒരു പക്ഷേ വഴിവെച്ചേക്കാം. തെറ്റായ രീതികൾ ഒരു കാരണവശാലും പിന്തുടരാതിരിക്കുക. തെറ്റായ രീതിയിലൂടെ കിട്ടുന്ന സന്തോഷവും നേട്ടങ്ങളും അധികകാലം നിലനിൽക്കുന്നതല്ല. തെറ്റായ രീതികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും തുടക്കത്തിൽ തന്നെ ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യം ആകണമെങ്കിൽ ശരികൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. തെറ്റായ രീതികൾ ആരും തന്നെ ഒരു കാരണവശാലും പിന്തുടരാതിരിക്കട്ടെ. അധ്യായം 157. നല്ല ശീലങ്ങളും തെറ്റായ ശീലങ്ങളും തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. തെറ്റായ ശീലങ്ങൾ നമുക്ക് സങ്കടത്തിന് കാരണമായേക്കാം. തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ എളുപ്പം അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ വളരെയേറെ സഹായിക്കും. തെറ്റായ ശീലങ്ങൾ ഒരു കാരണവശാലും തുടങ്ങാതിരിക്കുക. തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിത നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് മറക്കാതിരിക്കുക. തെറ്റായ ശീലങ്ങൾ നമ്മൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളമായിരിക്കുമെന്ന് ആർക്കും തന്നെ മുൻകൂട്ടി പറഞ്ഞു തരാൻ കഴിയണമെന്നില്ല. തെറ്റായ ശീലങ്ങൾ വഴി ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റിലേക്ക് കണ്ടുപിടിച്ചാൽ മതി. തെറ്റായ ശീലങ്ങൾ നമ്മൾ തുടർന്നാൽ നമ്മളിൽ നിന്നും പലരും അകലാനിടയായേക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായ ശീലങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ. അധ്യായം 158. തെറ്റിനെ എതിർക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. തെറ്റ് വഴി നഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ള തെറ്റിലേക്ക് നയിക്കാൻ നമ്മൾ ഒരിക്കലും കാരണമാകരുത്. പലപ്പോഴും തെറ്റിനെ എതിർക്കുക അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും തെറ്റിനെ എതിർത്താൽ മാത്രമാണ് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുക. തെറ്റിനെ എതിർത്തെങ്കിൽ മാത്രമാണ് ശരികളിലേക്ക് നടക്കാൻ കഴിയുകയുള്ളൂ. ശരികൾ കണ്ടെത്താനുള്ള വഴികൾ തേടേണ്ടതുണ്ട്. തെറ്റിനെ എതിർത്തുകൊണ്ട് ശരികളിലേക്ക് സഞ്ചരിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 159. ഓരോ തെറ്റുകളും നമ്മൾക്ക് ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. തെറ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. ഓരോ തെറ്റുകളും നമ്മൾക്ക് വലിയ പാഠമാകണം. മുന്നോട്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാം. തെറ്റുകൾ നൽകുന്ന പാഠങ്ങൾ കൃത്യമായി പഠിക്കുമെങ്കിൽ മാത്രമാണ് മുന്നോട്ട് ഒരുവിധം തെറ്റുകൾ വരുത്താതിരിക്കാൻ കഴിയുകയുള്ളൂ. തെറ്റുകൾ സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ വരുത്തിയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 160. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ തെറ്റും ശരിയും സമയത്ത് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം ആവശ്യമാണ് തെറ്റും ശരിയും തിരിച്ചറിയുവാൻ. തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ തയ്യാറാവേണ്ടതുണ്ട്. തെറ്റുകൾ തിരുത്താതെ ഒരിക്കലും ശരികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചേക്കാം. അതെല്ലാം നമ്മൾ തിരുത്തേണ്ടതുണ്ട്. തെറ്റും ശരിയും കണ്ടെത്താൻ അതിൻ്റെതായ മാർഗ്ഗങ്ങളുണ്ട്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നേറാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 161. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ തിരുത്തി മുന്നേറിയാൽ മാത്രമാണ് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുതിരുത്തലുകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കണം. ചെയ്തു പോയ തെറ്റുകൾ തിരുത്താൻ കഴിയാതെ പോകുന്ന കാര്യങ്ങളുണ്ടാവാം. മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തോൽവികൾ നമ്മൾക്കൊരു പാഠമാണ്. മറ്റുള്ളവർ വരുത്തിയിട്ടുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള തിരിച്ചറിവ് നൽകുന്നതാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ. പലപ്പോഴും തെറ്റിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുക. മനഃപൂർവ്വം തെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഒരാൾ ചെയ്യുന്ന തെറ്റിലൂടെ ഒരുപക്ഷെ ഒത്തിരി ആളുകളായിരിക്കും വേദനകൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക. പരാജയങ്ങളൊന്നിൻ്റെ അവസാനമല്ല. വിജയികൾ ആയവർക്കെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടെന്ന കഷ്ടപ്പാടുകളുടെ പരാജയങ്ങളുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ പങ്കുവയ്ക്കാൻ ഉണ്ടാവും. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ചുറ്റിലുമുള്ള തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ശരിയായ വിധത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുക. നമ്മളെപ്പറ്റി പലരും പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് നല്ലതെങ്കിൽ മറ്റുള്ളവർ പറയുന്ന തെറ്റുകളെല്ലാം കാലം തിരുത്തിക്കും. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തുക എന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തെറ്റ് തിരുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ. പലപ്പോഴും നാം ചെയ്യുന്ന തെറ്റുകൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനേക്കാൾ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഭൂരിഭാഗം ആളുകൾക്കും ഒരുപക്ഷെ താല്പര്യമുണ്ടാവുക. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. തെറ്റുകൾ തിരുത്താനുള്ളവയാണ്. ജീവിതത്തിൽ നമ്മൾക്ക് ചുറ്റിലുമുള്ള ശരി തെറ്റുകൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ്, നാം ചെയ്യുന്നത് മാത്രം ശരി എന്നുള്ളതെല്ലാം എപ്പോഴും ശരിയാവണമെന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അംഗീകരിക്കുന്നതിനോടൊപ്പം തെറ്റുകൾ തിരുത്താൻ തയ്യാറാവണം. തെറ്റുകൾക്ക് അധികകാലം നിലനിൽപ്പില്ല. എത്ര നേരത്തെ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നു അത്രയും നേരത്തെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ എളുപ്പം കഴിയും. വാഹനം ഓടിക്കുന്ന വ്യക്തി എങ്ങനെ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ള നിയമാവലി ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ റോഡിൽ വാഹനവുമായി ഇറങ്ങിയാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ. ചില തെറ്റുകളുടെ അനന്തരഫലം ഭയാനകമായിരിക്കും. ഒരുപക്ഷെ തെറ്റിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നിമിഷ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പലതും തെറ്റല്ല എന്നുള്ള ചിന്തയിൽ പലരും മുന്നോട്ട് പോകും. ഒടുവിൽ തെറ്റിൽ നിന്ന് മോചനം കിട്ടാതെ ഒരു പക്ഷേ ജീവിതത്തിൽ വളരെയേറെ നിരാശയിൽ കഴിയേണ്ടി വരുന്നവരുണ്ട്. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമാണെങ്കിൽ മടിയിൽ വയ്ക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇപ്പോൾ ചൊല്ലി പലരും പറയാറുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാലും ഒരു പക്ഷേ അതൊന്നും കാര്യമാക്കാറില്ല. നമ്മളെക്കാൾ അവരെല്ലാം പ്രായത്തിൽ മുതിർന്നതാണ്, പ്രായത്തിൽ ഇളയതാണ് എന്ന് കരുതി തെറ്റുകൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു കൂടുന്നില്ലല്ലോ. നമ്മുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള തെറ്റുകൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി തിരുത്തിയെടുക്കുക. ജീവിതത്തിൽ കൂടുതൽ സന്തോഷം സമാധാനം കണ്ടെത്താൻ തെറ്റുകൾ തിരുത്തുന്നതിലൂടെ സാധിക്കട്ടെ.
അധ്യായം 162. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ തേടി നടക്കാറുണ്ട്. നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കാൻ നമ്മളെല്ലാവരും വളരെയേറെ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി അവസരം അന്വേഷിക്കുന്നവരാണ്. ഇന്നലകളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടേണ്ടതുണ്ട്. പണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ പണം കിട്ടേണ്ട മാർഗ്ഗങ്ങൾ നമ്മൾ തേടി കണ്ടെത്തേണ്ടതുണ്ട്. പണം തനിയെ സഞ്ചരിക്കുകയില്ലല്ലോ, അതിന് സഞ്ചരിക്കാൻ മാർഗ്ഗമുണ്ടാവേണ്ടതുണ്ട്. ശരിയില്ലാത്ത മാർഗ്ഗത്തിലൂടെ നേടുന്നതെല്ലാം ഒരു നാൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും നമ്മൾ നല്ലവണ്ണം അധ്വാനിക്കാൻ മനസ്സ് കാണിച്ചാൽ നാളുകൾ നമ്മൾക്ക് മുന്നിൽ ഒത്തിരി നേട്ടങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. നമ്മൾക്ക് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുന്നത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നേട്ടങ്ങൾ കൈവരിക്കാതെ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടാൻ ഒരുക്കമായിരിക്കണം. ആർക്കും ആരെയും ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ വർഷങ്ങളുടെ പരിശ്രമമായിരിക്കാം ഒരുപക്ഷെ പിന്നീട് വലിയൊരു നേട്ടം നമ്മളിലേക്ക് എത്തിച്ചേരാൻ കാരണം ആയിത്തീരുക. നല്ല അവസരം വരട്ടെ, അപ്പോൾ നോക്കാമെന്ന് ചിന്തിച്ചിരുന്നാൽ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നു പോയേക്കാം. ഈ നിമിഷം നമ്മൾ നേട്ടങ്ങൾക്കായി ശ്രമിക്കാൻ തയ്യാറാവുക. നല്ല നല്ല അവസരങ്ങൾ ഭാവിയിൽ മറ്റും നമ്മളെ തേടിയെത്തണമെങ്കിൽ ഇന്ന് നമ്മൾ ചിലവഴിക്കുന്ന ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണെന്ന ചിന്ത നമ്മളിലുണ്ടാവണം. നമ്മൾ എന്ത് കാര്യത്തിലായാലും മുന്നിട്ടിറങ്ങിയാലും മാത്രമേ പിന്നീട് നമ്മൾക്ക് ആ മേഖലയിൽ നിന്നും കൂടുതൽ അവസരങ്ങൾ വന്നെത്തുകയുള്ളൂ. നമ്മൾ ഇന്നെടുക്കുന്ന ഓരോ തീരുമാനവും നാളുകളിൽ നമ്മൾക്ക് കൂടുതൽ നേട്ടങ്ങൾ നേടിത്തരുന്നതിനും ഉപകാരപ്പെടട്ടെ. ആരും നമ്മൾക്ക് വെറുതെ ഒന്നും തരില്ല എന്ന തിരിച്ചറിവാണ് നമ്മൾക്ക് എന്തെങ്കിലും നേട്ടം നേടണമെങ്കിൽ നല്ലതുപോലെ നമ്മൾ തന്നെ കഷ്ടപ്പെടുക എന്നത്. നാളെ നമ്മൾക്ക് മുന്നിൽ എന്തെല്ലാമാണ് ഉണ്ടാവുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ദുരിതങ്ങളായിരിക്കാം നമ്മൾക്ക് നേരിടേണ്ടി വരുന്നത്, എങ്കിൽ കൂടിയും അതിനൊക്കെ ധീരമായി നേരിടാൻ നമ്മൾ ഒരുങ്ങുക. ദുരിതങ്ങളിലും നഷ്ടങ്ങളിലും നമ്മൾ തളർന്നിരിക്കാതെ നമ്മൾ കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജീവിതം പലർക്കും മുന്നിൽ പലതരത്തിലുള്ള വെല്ലുവിളി ഉയർത്തിയേക്കാം. അവയെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും വിജയം നേടണം എന്നുള്ള ദൃഢനിശ്ചയമാണ് മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു നാൾ നമ്മൾക്ക് നേട്ടങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. അധ്യായം 163. പല കാര്യങ്ങളും നമ്മൾക്ക് നേടണമെങ്കിൽ തോറ്റു പിന്മാറരുത്. പലരും അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം നേടിയിട്ടുള്ളത് തോറ്റു പിന്മാറാൻ അവർ ആരും തന്നെ തയ്യാറാകാത്തത് കൊണ്ടാണ്. പല കാര്യങ്ങളും തോറ്റു പിന്മാറാൻ വളരെ എളുപ്പമാണ്, പക്ഷേ എങ്കിൽ തോറ്റു പിന്മാറാതെ മുന്നോട്ട് പോകുവാൻ മനോധൈര്യം നമ്മളെല്ലാവർക്കും ആവശ്യമാണ്. വിജയിക്കാൻ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നിന്നോ തോറ്റു പിന്മാറിയാൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടപ്പെടാനുണ്ടാവുക. പല നല്ല കാര്യങ്ങൾക്കുമായി തോറ്റു പിന്മാറാതെ മുന്നോട്ട് പോയാൽ ഈ ലോകത്തിലുള്ള പല മനുഷ്യരും നമ്മളോടൊപ്പം ഒരു പക്ഷേ ഉണ്ടായേക്കാം. തോറ്റു പിന്മാറാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് പലർക്കും വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവർക്കും ആവശ്യ സന്ദർഭങ്ങളിൽ തോറ്റു പിന്മാറാതിരിക്കാൻ കഴിയട്ടെ. 164. തോൽവികൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് കരുതാൻ കഴിയേണ്ടതുണ്ട്. തോൽവികൾ ഓരോന്നും നമ്മൾക്ക് ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. തോൽവികൾ നമ്മൾക്ക് വേദനകൾ സമ്മാനിക്കുമെങ്കിലും തോൽവികളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തോൽക്കാൻ ആർക്കും എളുപ്പം കഴിഞ്ഞേക്കാം. തോൽവികളിൽ നിന്നും തിരിച്ചറിവുകൾ സ്വന്തമാക്കി മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. വിജയിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. വിജയിക്കാൻ വേണ്ട കാര്യങ്ങളുടെ അഭാവമാണ് തോൽക്കാനുള്ള പ്രധാന കാരണം. അധ്യായം 165. ഭയം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യത്തിലും കടന്നു വന്നേക്കാം. ഭയത്തെ ഒരു പക്ഷേ ആർക്കും തന്നെ എളുപ്പം ഒഴിവാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഭയത്തെ ഒഴിവാക്കാൻ പല സാഹചര്യത്തിലും ധീരമായി തന്നെ നേരിടുകയാണ് വേണ്ടത്. തോൽവികളിൽ ഭയക്കാതെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ തോൽവികൾ നമ്മൾക്ക് മുന്നോട്ട് വിജയം നേടുന്നതിനും പാഠമായിട്ട് മാറട്ടെ. തോൽവികൾ നമ്മൾക്കുണ്ടായേക്കാം, അതെല്ലാം ശരിയായ വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. തോൽവികളിൽ ഭയക്കാതെ മുന്നേറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 166. പല കാര്യങ്ങളും നേടണമെങ്കിൽ ത്യാഗം വേണ്ടി വന്നേക്കാം. ഏതൊരു കാര്യത്തിലായാലും അതിൻ്റെതായ ത്യാഗം ആവശ്യമാണ്. നമ്മൾ ത്യാഗം സഹിച്ചുകൊണ്ടാണ് പല നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ വരെ വളർന്നു വന്നതിന് പിന്നിൽ ഒത്തിരി മനുഷ്യരുടെ ത്യാഗങ്ങളുണ്ട്. വിജയം നേടാൻ നമ്മൾക്ക് പല വിധത്തിലുള്ള ത്യാഗം സഹിക്കേണ്ടി വന്നേക്കാം. ഓരോ ത്യാഗവും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയേണ്ടതുണ്ട്. ത്യാഗം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വിജയിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും. എല്ലാവർക്കും വിജയം നേടാനുള്ള ത്യാഗം സഹിക്കാൻ തയ്യാറാകാൻ സാധിക്കട്ടെ. അധ്യായം 167. ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരിക ഏതൊരു വ്യക്തിക്കും വേദനാജനകമായ കാര്യമാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഒരു പക്ഷേ നിരവധി മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ദാരിദ്ര്യം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യം വരും തലമുറയ്ക്ക് കൊണ്ടാകാതിരിക്കാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് സമാധാനവും കൂടുതൽ ആവശ്യക്കാരുമുണ്ടെങ്കിൽ ആ സാധനം കിട്ടാത്തതിൻ്റെ പേരിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരിക സ്വാഭാവികമാണല്ലോ. ഈ ലോകത്തെ നോക്കിയാൽ ഒരിടത്തും ദാരിദ്ര്യവും മറുഭാഗത്ത് അതിസമ്പന്നതയും കാണാൻ കഴിയും. സമ്പന്നതയിൽ നിന്ന് ഒരു വ്യക്തി ദാരിദ്ര്യത്തിൽ പോകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. പക്ഷേ എങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് കടന്നു വരാൻ നിരന്തര പരിശ്രമം ആവശ്യമാണ്. ഒറ്റ നിമിഷം കൊണ്ട് സമ്പന്നത
ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യം തുണയ്ക്കേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ നേരായ വഴിക്കുള്ള നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനം വേണ്ടി വരും. ദാരിദ്ര്യം നിറഞ്ഞ ജീവിത സാഹചര്യത്തോടെ പൊരുതി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒത്തിരി വ്യക്തികളുണ്ട് നമ്മുടെ ചുറ്റിലും. അവരുടെയൊക്കെ ഉള്ളിൽ നിശ്ചയമുണ്ടായിരുന്നു. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യമില്ലാതാക്കുക എന്നത് നമ്മൾ എത്ര വലിയ സമ്പന്നരാണെങ്കിലും അലസത ഉണ്ടായാൽ പതിയെ പതിയെ നമ്മളിലുള്ള സമ്പത്ത് ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. സമ്പത്ത് നേടാൻ അറിവ് നേടേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പല മേഖലയിലും അനുഭവ സമ്പത്ത് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ. എല്ലാവരും അവരവരുടെ നല്ല കഴിവുകൾ കണ്ടെത്തി അതിൽ മികവ് നേടാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് ഒരുപക്ഷെ അവരെ പോലെ നമ്മൾക്കും നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ. ദാരിദ്ര്യം സമ്പന്നർക്ക് പോലും ഒരുപക്ഷെ പല മേഖലയിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നേക്കാം. നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യം നമ്മളെ വിട്ടുപോകാൻ അതിൻ്റെതായ സമയം ആവശ്യമാണ്. സമ്പത്ത് നേടാനായി നിരന്തരം പരിശ്രമിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, നേരായ വഴിക്ക് സ്നേഹം, പണം, കഴിവുകൾ, അനുഭവ പാഠങ്ങൾ, അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 168. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരിതം ഏത് നിമിഷവും കടന്നു വന്നേക്കാം. പല ദുരിതങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെയോ മറ്റുള്ളവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം തന്നെ ഒരു സമയപരിധിക്ക് ശേഷം മാത്രമേ നമ്മളിൽ നിന്നും അകലുകയുള്ളൂ. മറ്റൊരാൾക്ക് ദുരിതം ഉണ്ടാകുന്നത് കാണുമ്പോൾ സന്തോഷിക്കുകയോ അവരെ പരിഹസിക്കുകയോ ചെയ്യരുത്. നാളുകളിൽ നമ്മൾക്കും ദുരിതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോഴായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ആയിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ നേരിടാൻ ചുറ്റിലുമുള്ളവരുടെ സഹായം പല സാഹചര്യത്തിലും ഒരു പക്ഷേ ആവശ്യമായി വന്നേക്കാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ദുരിതത്തിൽ നിന്നായാലും പരിപൂർണമായ മോചനം നേടാൻ ഒരുപക്ഷെ സാധിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും ദുരിതം അനുഭവിക്കാനേണ്ട വരത്തില്ല എന്നായിരിക്കും. ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇന്നിപ്പോൾ ആരുമായിട്ട് പങ്കുവയ്ക്കാതെ പലരും ഉള്ളിൽ ഒതുക്കി ജീവിക്കുകയാണ്. എത്രയധികം മാനസികമായ വിഷമമായിരിക്കും അവരെല്ലാം ഒരുപക്ഷെ നാളിതുവരെ അനുഭവിച്ചിട്ടുണ്ടാകുക. ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ ശരിയായ വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള മോശമായ പ്രവൃത്തികളെ നമ്മളെ ദുരിതം നിറഞ്ഞ ജീവിതത്തിലേക്ക് തള്ളിവിടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ദുരിതങ്ങളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ദുരിതം ഉണ്ടാവില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയത്തില്ലല്ലോ. ദുരിതം എന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്നും രക്ഷ നേടേണ്ടത് വളരെ ആവശ്യമാണ്. ജീവിതകാലം മുഴുവൻ അനാവശ്യമായ ദുരിതങ്ങൾ തോളിൽ വഹിച്ച് നടക്കേണ്ടതില്ലല്ലോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് എല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നവരും ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോകാത്തവരും നമ്മുടെ ചുറ്റിലുമുണ്ട്. നാളിതുവരെയായി അനുഭവിച്ച ദുരിതങ്ങൾ എല്ലാം തന്നെ ഒരുപക്ഷെ പലർക്കും മുന്നോട്ട് എത്രയധികം ദുരിതം വന്നാലും നേരിടാനുള്ള കരുത്ത് നൽകിയിട്ടുണ്ട്. പരമാവധി ദുരിതങ്ങൾ ഇല്ലാതെയാകാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര പരിശ്രമം മതി. നമ്മളായിട്ട് ആർക്കും മനഃപൂർവ്വം ദുരിതം സൃഷ്ടിക്കാതിരിക്കുക. സ്വന്തം ജീവിതത്തിൽ എത്രയേറെ ദുരിതം അനുഭവിക്കേണ്ടി വന്നാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കാതിരിക്കുക. ദുരിതം നിറഞ്ഞവരുടെ വേദന പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ചുറ്റിലും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ടാകുന്നത് പോലെ സഹായം നൽകാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും നല്ല പ്രവൃത്തികൾ വഴിയായി ലോകത്തിൽ നിന്നും ദുരിതങ്ങൾ ഇല്ലാതെയാകട്ടെ. മുന്നോട്ട് ഒന്നും ചെയ്യാതെ അലസരായിരുന്നാൽ ദുരിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് നിമിഷവും ക്ഷണിക്കാതെ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. ദുരിതം സ്വന്തം ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ വരുന്നത് ആർക്കും തന്നെ സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. ഓരോ ദുരിതവും ഓരോരുത്തരും ഉണ്ടാക്കുന്ന വേദന വ്യത്യസ്തമാണ്. എല്ലാവർക്കും അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അറിവ് ഉള്ളവർ ആകണമെന്നില്ലല്ലോ. പല സന്ദർഭത്തിലും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ദുരിതങ്ങളെ സഹിക്കാൻ, നേരിടാൻ, പൊരുത്തപ്പെടാൻ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ അതിജീവിക്കാൻ മുന്നോട്ട് വ്യക്തമായ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മൾക്ക് ഒരു പക്ഷേ ദുരിതങ്ങൾ സമ്മാനിച്ചേക്കാം. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ അതിജീവിക്കുവാൻ തളരാതെ പൊരുത്തുക. ഇന്നലകളിലെ ദുരിതങ്ങളെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്തവർക്ക് ഇന്നിപ്പോൾ ഒത്തിരി നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരാരും തന്നെ ദുരിതം ഉണ്ടായപ്പോൾ വെറുതെ നിരാശപ്പെട്ടുകൊണ്ട് തളർന്നിരിക്കാൻ തയ്യാറായില്ല. തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ദുരിതത്തെ നേരിടാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എത്ര വലിയ ദുരിതവും നാളുകളിൽ ഇല്ലാതെയാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിരന്തരം നേരായ രീതിയിൽ പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദുരിതങ്ങളെ നേരിടാൻ മാനസികമായും ശാരീരികമായും കരുത്ത് നേടാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ.
അധ്യായം 169. പല സാഹചര്യത്തിലും നമ്മളിൽ പലരും ദുർബലരാകാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ദുർബലരാകാം. സമ്പത്ത് വേണ്ടിയെടുത്തു സമ്പത്ത് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സ്ഥിതിഗതികൾ വളരെയേറെ ദുർബലമായേക്കാം. നമ്മൾ മാനസികമായോ ശാരീരികമായോ പല അവസരങ്ങളിലും ദുർബലരാകാറുണ്ട്. ദുർബലത നമ്മളിൽ നിന്നും ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതുണ്ട്. മാനസികമായി ദുർബലരായാൽ ശാരീരികമായും ദുർബലരാകാനുള്ള സാധ്യത കൂടുതലാണ്. ദുർബലമായ മനസ്സിനെ വേണ്ടതുപോലെ ബലപ്പെടുത്തേണ്ടതുണ്ട്. വിജയം കൈവരിക്കാൻ മനസ്സിനെ ഒരിക്കലും ദുർബലമാക്കാൻ വിട്ടുകൊടുക്കരുത്. ശരീരത്തിനെയും മനസ്സിനെയും ദുർബലമാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ദുർബലമായ അവസ്ഥ ഒരു കാരണവശാലും കടന്നു വരാതിരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. അധ്യായം 170. നമ്മളിൽ പലരും എത്രയേറെ തവണ ദൃഢനിശ്ചയമെടുത്താൽ പോലും പല വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും നമ്മളിൽ നിന്നും അകന്നു പോകാറുണ്ട്. പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതോറും ആസക്തി ഉണ്ടാകുമ്പോഴും അലസത മൂലവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പലരും തങ്ങളുടെ ദൃഢനിശ്ചയങ്ങൾ ഒരുപക്ഷെ ഒഴിവാക്കാറുണ്ട്. നമ്മളെടുക്കുന്ന ഓരോ ദൃഢനിശ്ചയവും പ്രാവർത്തികമാക്കാൻ വേണ്ട രീതിയിലുള്ള പരിഗണന ദൃഢനിശ്ചയം വേണ്ട കാര്യങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. സമയബന്ധിതമായി ഓരോ കാര്യവും പൂർത്തിയാക്കാൻ ദൃഢനിശ്ചയം വളരെയധികം ആവശ്യമാണ്. തെറ്റുകളെ ഒഴിവാക്കി ശരികളുമായി മുന്നോട്ട് സഞ്ചരിക്കുവാൻ ഒരു പരിധിവരെയെങ്കിലും ദൃഢനിശ്ചയം ആവശ്യമാണ്. മുന്നോട്ട് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ദൃഢനിശ്ചയം ഒരുപക്ഷെ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. പലരുടെയും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പോലും അവരുടെ ദൃഢനിശ്ചയത്തിൽ നിന്നും പിന്മാറാത്തത് കൊണ്ടായിരിക്കും. കാലങ്ങളോളം ഉയർച്ചകൾ ഉണ്ടാകണമെങ്കിൽ ചില കാര്യത്തിൽ ദൃഢനിശ്ചയം ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും ദൃഢനിശ്ചയം എടുക്കുവാൻ ചുറ്റിലുമുള്ള സാഹചര്യത്തോട് പൊരുത്തേണ്ടതായിട്ട് വരും. നമ്മുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിൽ ഇന്നലകളിൽ നമ്മളെടുത്ത ദൃഢനിശ്ചയമായിരിക്കാം കാരണം. എത്ര മോഹന വാഗ്ദാനം നൽകിയാൽ പോലും പലരും വീണു പോകാത്തത് അവരെടുത്ത ദൃഢനിശ്ചയമാണ്. നല്ല കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ദൃഢനിശ്ചയം വേണ്ടപ്പെട്ടവർ എടുത്തിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായേനെ. ഒരേ ഉൽപ്പന്നം തന്നെ പല വിലയ്ക്ക് വിൽക്കുന്നവരുണ്ട്. ചെറിയ വിലയ്ക്ക് വിൽക്കുന്നവർക്ക് വളരെയേറെ ദൃഢനിശ്ചയം എടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ള കച്ചവടക്കാരെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം തുടർന്ന് പോകാൻ ഒരുപക്ഷെ കഴിയുകയുള്ളൂ. ഏത് രംഗത്തായാൽ പോലും ദൃഢനിശ്ചയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം നേടാൻ വളരെയേറെ അനിവാര്യവുമാണ്. പഠനത്തിൽ മുന്നേറാൻ, ജോലി മേഖലയിൽ ഉയർച്ച പ്രാപിക്കാൻ, തടസ്സമായവ ഉപേക്ഷിക്കാൻ ദൃഢനിശ്ചയം വളരെയേറെ ആവശ്യമാണ്. നമ്മളെടുക്കുന്ന ഓരോ ദൃഢനിശ്ചയവും പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് വിജയം നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മളെടുക്കുന്ന ദൃഢനിശ്ചയങ്ങൾ ഓരോന്നും ശരിയുടേതാവണം. തെറ്റായ ദൃഢനിശ്ചയങ്ങൾ കാലതാമസമില്ലാതെ ഉപേക്ഷിക്കാൻ, മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം. ഏത് നല്ല കാര്യത്തിനു വേണ്ടിയാണോ നമ്മൾ ദൃഢനിശ്ചയം എടുക്കുന്നത് അത് പൂർത്തിയാക്കുന്നത് വരെ നമ്മളെടുക്കുന്ന ദൃഢനിശ്ചയത്തെ ഉപേക്ഷിക്കാതിരിക്കുക. നമ്മളെടുക്കുന്ന നല്ല ദൃഢനിശ്ചയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല സാഹചര്യത്തിലും വളരെയേറെ ദുഷ്കരമാണെങ്കിൽ പോലും വിജയം നേടുന്നവരെയും ദൃഢനിശ്ചയം ആവശ്യമാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ വേദനകൾ സമ്മാനിക്കുന്ന തരത്തിൽ ദൃഢനിശ്ചയം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാലത്തിനനുസരിച്ചോ ദൃഢനിശ്ചയത്തിൽ ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. ദൃഢനിശ്ചയങ്ങൾ ഒഴിവാക്കേണ്ടതും പരിഗണിക്കേണ്ടതുമായ സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേരാം. അവിടെയെല്ലാം ഉചിതമായ തീരുമാനം നമുക്ക് സാധിക്കട്ടെ. നമ്മളെടുക്കുന്ന ഓരോ ദൃഢനിശ്ചയവും നേർവഴിയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് കരുത്ത് പകർന്നു നൽകുന്നതാകട്ടെ. നമ്മളെടുക്കുന്ന ഓരോ ദൃശ്യവും നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെടുക്കുന്ന നേരായ ദൃഢനിശ്ചയത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അധ്യായം 171. ഓരോ വ്യക്തികൾക്കും പല കാരണങ്ങൾ കൊണ്ടും ദേഷ്യം വന്നു ചേരാം. നമ്മൾ അതിയായി ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമ്പോൾ ദേഷ്യമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ദേഷ്യം വരാൻ സാധ്യത കൂടുതലാണ്. അമിതമായ ദേഷ്യം കൂടെ വരുന്നത് നമ്മുടെ ജീവിതത്തെയൊക്കെ സാരമായി ഒരുപക്ഷെ ബാധിച്ചേക്കാം. മുന്നോട്ട് പോകുവാൻ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളെ ആ കാരണമായി വേദനിപ്പിച്ചവരോട് ദേഷ്യമുണ്ടാവാം. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ആ വ്യക്തിയോട് വെറുപ്പ് തോന്നുകയും ആ വ്യക്തിയുമായി അകലാൻ ഇടയാവുകയും ചെയ്യും. ഓരോ വ്യക്തികളും അവരുടെ ഉള്ളിലെ ദേഷ്യം പ്രകടമാക്കുക വ്യത്യസ്തമായ രീതിയിലാണ്. ചിലരൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും കാണിക്കാറില്ല. കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞു പൊട്ടിക്കും, മറ്റു പല കാര്യങ്ങളും ചെയ്യും. പിന്നീട് സാധാരണ അവസ്ഥയിൽ വരുമ്പോഴായിരിക്കും താൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്താപവും കുറ്റബോധവും ഉണ്ടാവുന്നത്. ഓരോ സാഹചര്യമാണ് ഓരോരുത്തർക്കും ദേഷ്യപ്പെടാനുള്ള കാരണം. പലർക്കും അവരുടെ സാഹചര്യം അനുസരിച്ചോ ദേഷ്യപ്പെടേണ്ടി വന്നേക്കാം. നിസ്സാര കാരണം മതി ചിലർക്കൊക്കെ ദേഷ്യം വരാൻ. കൊച്ചുകുട്ടികൾ കുസൃതി കാണിക്കുമ്പോൾ വേണ്ടതുപോലെ നിർത്താൻ സാധിച്ചെന്ന് വരില്ല. മുതിർന്നവർ ദേഷ്യപ്പെടും എന്നുള്ള ചിന്ത ഒരു പരിധിവരെ കുട്ടികളിൽ അനാവശ്യമായ കുസൃതി ചെയ്യാതിരിക്കാൻ സഹായിച്ചേക്കും. ദേഷ്യപ്പെടുന്നത് ഓരോ വ്യക്തികളുടെയും പ്രായം, മാനസികമായ പക്വത എന്നിവ പരിഗണിച്ച് വേണം. ദേഷ്യത്തെ കീഴടക്കാൻ സ്നേഹം കൊണ്ടേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പലർക്കും സ്നേഹം നഷ്ടപ്പെടുന്നതിന് കാരണക്കാരായവരോട് വലിയൊരു അളവിൽ ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കാൻ കാരണമാകുന്നുണ്ട്. പലപ്പോഴും ദേഷ്യത്തിൻ്റെ പരിണിതഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ കൂടെയുള്ള ദേഷ്യത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തി ശരിയായ വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നമ്മളോട് ദേഷ്യം തോന്നാനുള്ള കാര്യമായിരിക്കും.
മറ്റുള്ളവർക്കുണ്ടാകുന്ന ദേഷ്യം എല്ലാം നമ്മൾക്ക് പരിഹരിക്കാൻ സാധിച്ചെന്ന് വരത്തില്ലല്ലോ. ദേഷ്യം ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അവരുടെ കുറവുകളായി കണ്ടു അവരോട് ക്ഷമിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പലർക്കും മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള അപമാനങ്ങളെല്ലാം പിന്നീട് ആ വ്യക്തികളോട് ദേഷ്യമുള്ളിൽ വളരാൻ ഒരു പക്ഷേ കാരണമായി തീർന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നമ്മുടെ വളർച്ചയാണ് മുരടിക്കുന്നതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. മനസ്സിൽ അടച്ചു വച്ചിരിക്കുന്ന സങ്കടങ്ങളെല്ലാം ഒരിക്കൽ ദേഷ്യമായിട്ട് പുറത്തെടുത്തെന്ന് വരാം. നമ്മളെല്ലാവർക്കും പരിമിതികൾ ധാരാളമുണ്ടല്ലോ. എല്ലാവർക്കും എല്ലായ്പ്പോഴും ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. ദേഷ്യമുള്ള സമയത്ത് ഒരു പക്ഷേ കാര്യങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അമിതമായ ദേഷ്യം പലർക്കും ഒത്തിരി വേദനകൾ ഉളവാക്കിയിട്ടുണ്ട്. നമ്മുടെ ദേഷ്യം കാരണം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന വേദന പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം നാളുകളായി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം തേടേണ്ടതുണ്ട്. വിദഗ്ധരുടെ സഹായം ഒരു പക്ഷേ ആവശ്യമായി വന്നേക്കാം. നമ്മൾക്ക് ദേഷ്യം വരാനുള്ള സാഹചര്യം മനസ്സിലാക്കി അതിന് കാരണക്കാരായവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ഒന്നും ചെയ്യാനില്ലാതെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നുകൂടി മറ്റൊരാളുള്ള ദേഷ്യം ഒരുപക്ഷെ കൂടി വന്നേക്കാം. നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഏതെങ്കിലും നല്ല പ്രവർത്തികളിൽ വ്യാപൃതരാകുക. നമ്മൾ സ്വയം തയ്യാറാവുക. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ യോഗ, ധ്യാനം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ദേഷ്യത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനം ദേഷ്യം വരുന്നതിനു ചിലർക്കൊരു കാരണമാകാം. ജീവിതകാലം മുഴുവൻ ആരോടും ദേഷ്യം കൊണ്ട് നടക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ചെയ്യാനുള്ള നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർക്ക് നമ്മളോട് ദേഷ്യം പ്രകടമാക്കാനുള്ള സാഹചര്യം കൊടുക്കാതിരിക്കുക. സാഹചര്യം മനസ്സിലാക്കി മറ്റുള്ളവരോട് പെരുമാറാൻ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. 172 എന്ത് കാര്യത്തിലും ധീരമായി ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. എന്തിനേയും ചെറുത്ത് തോൽപ്പിച്ചാൽ മാത്രമാണ് വിജയം നേടാൻ കഴിയുകയുള്ളൂ. നമ്മൾക്കുണ്ടാകുന്ന ഓരോ പരാജയത്തിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവാം. അതൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. പരാജയത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്തിടത്തോളം വിജയം എന്നും അകലെ തന്നെയാണ്. രോഗത്തെ തങ്ങളുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ചെറുത്ത് തോൽപ്പിച്ചവരുണ്ട്. വിജയം നേടാൻ പരാജയപ്പെടാനുള്ള സാധ്യതകളെ ധീരമായി ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 173 പല സാഹചര്യത്തിലും ധീരമായി പ്രവർത്തിച്ചാൽ മാത്രമാണ് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ധീരമായി പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. നമ്മുടെ ചുറ്റിലുമുള്ളവർ ധീരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളിൽ പലർക്കും ഇന്നിപ്പോൾ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ ലക്ഷ്യങ്ങൾക്കായി ധീരതയോടെ പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ധീരമായി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 174 പല സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ ധൈര്യം ആവശ്യമാണ്. ധൈര്യമില്ലെങ്കിൽ നമ്മളിൽ പലർക്കും തളർച്ച ഉണ്ടായേക്കാം. പല സാഹചര്യത്തിലും ധൈര്യമായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ ചുറ്റിലുമുള്ള പലരുടെയും സഹായം ആവശ്യമായി വന്നേക്കാം. മുന്നോട്ട് ധൈര്യമായിട്ട് പോയാൽ മാത്രമേ വിജയം നേടാനായിട്ട് പലപ്പോഴും സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾക്കുണ്ടെങ്കിൽ പോലും മുന്നോട്ട് ധൈര്യമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ സഹായം നമ്മുടെ ചുറ്റിലും നിന്ന് ഒരു പക്ഷേ ആവശ്യമായേക്കാം. എല്ലാവർക്കും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ധൈര്യമായി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അധ്യായം 175 നല്ലത് ചെയ്താൽ നന്നായിട്ടുണ്ടെന്ന് നമ്മളോട് പലരും പറഞ്ഞേക്കാം. മോശമായത് ചെയ്താൽ നന്നായിട്ടുണ്ടെന്ന് ചിലരെങ്കിലും പറഞ്ഞേക്കാം. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. എവിടെയും പുരോഗതി നേടാൻ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ടുണ്ടാവണം. ഒരു ജോലി ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാപനം ചെയ്തിട്ടുള്ള പഴയ ജോലിയുടെ റിസൾട്ട് നമ്മളിൽ പലരും പൊതുവെ പരിഗണിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും വളരെയേറെ നന്നായിട്ട് ചെയ്താൽ മാത്രമേ പുരോഗതി നേടാൻ സാധിക്കുകയുള്ളൂ. എന്ത് കാര്യവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ആവശ്യമെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരോട് അവർ ചെയ്ത കാര്യം നല്ലതായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് അവർക്കൊക്കെ വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നന്നായിട്ടുള്ളത് ആണെങ്കിൽ നന്നായിട്ടുണ്ടെന്നും നന്നായിട്ടുള്ളത് അല്ലെങ്കിൽ ഇനിയും നന്നാക്കാനുണ്ടെന്നും വേണ്ടപ്പെട്ടവരോട് എങ്കിലും പറയുവാൻ സാധിക്കട്ടെ. അധ്യായം 176 ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ആവശ്യമായിട്ടുള്ള കാര്യമെന്നത് സ്നേഹമാണ്. നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമ്മൾക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കുന്നതിന് പരിധിയും പരിമിതികളും ഉണ്ടായേക്കാം. നമ്മളെ തന്നെ സ്നേഹിച്ചാൽ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിച്ചേക്കും. നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മളോട് സ്നേഹമുണ്ടെങ്കിലാണ് മറ്റുള്ളവരോടും സ്നേഹം പ്രകടമാക്കാൻ ഒരുപക്ഷേ കഴിയുകയുള്ളൂ. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നേക്കാം. മറ്റുള്ളവരിൽ നിന്നും സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ വളരെയേറെ വിഷമിക്കേണ്ടി വന്നേക്കാം. ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. അധ്യായം 177 നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ നല്ല വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ പ്രവർത്തികളായിരിക്കാം ഒരുപക്ഷെ നേർവഴി നമുക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി ആളുകളെ നേർവഴിക്ക് നയിക്കേണ്ടി വന്നേക്കാം. തെറ്റായ വഴികളിലൂടെ നയിക്കാൻ നമ്മൾ ആർക്കും ഇടവരാതിരിക്കട്ടെ. ഓരോ കാര്യത്തിനും നയിക്കുവാൻ അതിൻ്റെതായ അറിവ് ആവശ്യമാണ്. തെറ്റായ അറിവിലൂടെ നയിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും അപകടത്തിൽപ്പെട്ടേക്കാം. നേരായ അറിവുകളിലൂടെ മാത്രം മറ്റുള്ളവരെ നയിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ.
അധ്യായം 178. ഏതൊരു മനുഷ്യനും ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാകും. എല്ലാ ആഗ്രഹവും എല്ലായ്പ്പോഴും സഫലമാകണമെന്നില്ല. സഫലമാകാത്ത ആഗ്രഹങ്ങളെല്ലാം നമ്മൾക്ക് ഒത്തിരി വേദനകൾ ഒരുപക്ഷെ സമ്മാനിച്ചേക്കാം. നമ്മളിൽ പലരുടെയും ആഗ്രഹങ്ങൾ നീണ്ട ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ ദുരാഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യത്തിലും ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നോക്കിക്കൊണ്ട് പലപ്പോഴും വലിയൊരു ആഗ്രഹം സ്വപ്നം കാണാൻ പോലും നമ്മളിൽ പലരും ശ്രമിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വന്നേക്കാം, അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇതൊന്നും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാവില്ലല്ലോ. എന്ത് കാര്യവും സ്വന്തം ആഗ്രഹത്തോടെ ചെയ്യുമ്പോഴാണ് അതിൽ പരിപൂർണത കണ്ടെത്താൻ ഒരു പക്ഷേ സാധിക്കുക. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാകാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൂടി സമയം ചിലവഴിക്കുക. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ജീവിക്കാൻ പറ്റാതെ പോയവർ, പഠിക്കാൻ വളരെയേറെ ആഗ്രഹിച്ചിട്ടും പഠിക്കാൻ സാധിക്കാതെ പോയവർ ധാരാളം ആളുകളുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ പോയതിൽ നിരാശരാകാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. മറ്റുള്ളവർക്ക് നമ്മളെ എപ്പോഴും സഹായിക്കാൻ സാധിച്ചെന്ന് വരത്തില്ലല്ലോ. നമ്മളിൽ മോശം ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് നമ്മളെല്ലാവർക്കും നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും മുന്നിലും വെളിപ്പെടുത്തണം എന്നില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള പലരും നമ്മുടെ ആഗ്രഹത്തെ ഒരു പക്ഷേ നിരുത്സാഹപ്പെടുത്തിയേക്കാം, കളിയാക്കിയേക്കാം, വിമർശിച്ചേക്കാം. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കൃത്യമായി തന്നെ ഓരോ കാര്യവും സമയത്ത് തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ജീവിച്ച് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ഒത്തിരി മനുഷ്യർക്കും ഉണ്ടായി കാണും അവരുടേതായ ആഗ്രഹങ്ങൾ. നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, ഒരുപക്ഷെ വിജയിച്ചേക്കാം, അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. പരാജയത്തെ തളരാതെ മുന്നേറുക. നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്നും നമ്മൾക്ക് വിട പറയേണ്ടി വന്നേക്കാം. മറ്റുള്ളവരിൽ നിന്നും തിരികെയൊന്നും ആഗ്രഹിക്കാതെ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഒത്തിരി ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയ പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം കണ്ടേക്കാം. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നമ്മൾക്ക് കിട്ടാതെ പോയത് നമ്മുടെയൊക്കെ നല്ലതിന് വേണ്ടിയായിരിക്കാം എന്നൊരു ചിന്ത ഒരുപക്ഷെ ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് ആശ്വാസം നൽകിയേക്കാം. നമ്മൾ നേരോടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ ഒരു നാൾ നമ്മൾ ആഗ്രഹിച്ചതിന് അപ്പുറം നേടാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. ഒത്തിരി ആളുകൾക്ക് അവരുടെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും വേദനകളും മറുഭാഗങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കാലം അവരുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി കൊടുത്തു. ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കട്ടെ. പ്രകൃതിയിൽ സംഭവിക്കുന്നത് ഓരോന്നും നമ്മൾക്ക് ആഗ്രഹിക്കാൻ മാത്രമല്ലേ കഴിയൂ. പ്രകൃതിയെ നിയന്ത്രിക്കാൻ മനുഷ്യർക്കാവില്ലല്ലോ. മഴ ഉണ്ടാവാൻ മനുഷ്യർ എല്ലാവരും ആഗ്രഹിച്ചത് കൊണ്ടായില്ലല്ലോ. പ്രകൃതി കനിയണമല്ലോ മഴ പെയ്യുവാനായിട്ട്. പലപ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങൾ കാരണം നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോയിട്ടുണ്ടാകാം. അന്നേരമെല്ലാം നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലൂടെ പൂർത്തിയാക്കാൻ ഒരുപക്ഷെ ആഗ്രഹിച്ചേക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് ഉചിതമായെന്ന് വരില്ലല്ലോ. നല്ല നല്ല ആഗ്രഹങ്ങളാണ് നമ്മളെപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും മുന്നോട്ട് വളരാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റിലും വളരെ വിരളമായിരുന്നിരിക്കാം. എങ്കിലും നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളോട് ഓരോ നിമിഷവും പൊരുത്തി നല്ല ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും മുന്നേറുക. നമ്മളെന്ത് ആഗ്രഹിക്കുന്നുവോ അതായിരിക്കും ഒരുപക്ഷെ ഭൂരിഭാഗവും നമ്മളിലേക്ക് എത്തിച്ചേരുക. എന്തു കാര്യവും നേടിയെടുക്കണമെങ്കിലും ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അതിനുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ നെഗറ്റീവ് ചിന്തകളെ കൈവെടിയേണ്ടതുണ്ട്. നമ്മൾക്കൊക്കെ ചെറിയ ജീവിതമാണ് ഈ ലോകത്തുള്ളത്. ചില ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നിറവേറ്റാൻ ഒരുപക്ഷെ നമ്മൾക്കോ നമ്മളിൽ വേണ്ടപ്പെട്ടവർക്കോ സാധിച്ചെന്ന് വരത്തില്ല. കുന്നോളം ആഗ്രഹിച്ചാൽ മാത്രമേ കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പേരിന് പ്രശസ്തിക്കും വേണ്ടി മാത്രം ആഗ്രഹിക്കാതെ ജനങ്ങളുടെ നന്മയെ ലക്ഷ്യമാക്കി ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ ഭാവിയിൽ നേടിയെടുക്കാൻ ഇപ്പോഴേ പരിശ്രമിക്കാം. നല്ല കാര്യങ്ങൾ എത്ര ചെയ്താലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളോട് എല്ലായ്പ്പോഴും പെരുമാറണമെന്നുമില്ലല്ലോ. മറ്റുള്ളവരിൽ നിന്നും നല്ലത് മാത്രം കേൾക്കണമെന്ന് എത്രയൊക്കെ ആഗ്രഹിച്ചാലും അതെല്ലാം എപ്പോഴും സാധ്യമാവണം എന്നുമില്ല. മറ്റുള്ളവരിൽ നിന്നും പ്രോത്സാഹനം, നല്ല വാക്കുകൾ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ വിധിയെ പഴിച്ചിരിക്കാതെ ഉയർന്ന നേട്ടങ്ങൾക്കായി പരിശ്രമിക്കുക. ഇന്നലകളിലെ നഷ്ടങ്ങളെ നാളുകളിൽ നേട്ടം കൊണ്ട് മറികടക്കാൻ ഒരു പരിധിവരെ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്താഗ്രഹവും നടപ്പിൽ വരുത്താൻ ഓരോ സാഹചര്യത്തിലും അതിൻ്റെതായ പരിമിതികളെ മറികടക്കേണ്ടതായിട്ട് വന്നേക്കാം. നമ്മുടെ നല്ലതായ ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കുക. മുന്നോട്ട് കൂടെ ആരുമില്ലെങ്കിൽ കൂടിയും കുതിച്ചു വരാൻ ആഗ്രഹിക്കുക. നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയുള്ള നാളുകളിൽ കഴിയട്ടെ.
അധ്യായം 179. നമ്മളിലുള്ള നല്ല കഴിവുകളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നല്ല കഴിവുകൾ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. എത്ര കഴിവുകൾ നമ്മൾക്കുണ്ടെങ്കിലും അതൊക്കെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. നമ്മൾ വളരുന്നത് നമ്മുടെ കഴിവുകൾ ശരിയായ വിധത്തിൽ വളർത്തിയെടുക്കുന്നതിലൂടെയാണ്. നമ്മുടെ നല്ല കഴിവുകൾ ഇല്ലാതാക്കിയാൽ നഷ്ടം നമ്മൾക്ക് തന്നെയാണ്. നമ്മുടെ കഴിവുകൾ മറ്റാരെക്കാളും വളർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ആവശ്യമായിരിക്കണം. നമ്മുടെ കഴിവുകൾ വളരണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ചാലാണ് സാധിക്കുകയുള്ളൂ. നമ്മുടെ നല്ല കഴിവുകളെ ഒരു കാരണവശാലും നശിപ്പിക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. അധ്യായം 180. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് പലപ്പോഴും പ്രോത്സാഹനം ലഭിക്കാത്തതാണ് നമ്മുടെ ചുറ്റിലുമുള്ള പലർക്കും കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാതെ പോകുന്നതിനുള്ള പ്രധാന കാരണം. നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ പ്രോത്സാഹനം നൽകിയാൽ പല രംഗത്തും വിജയം നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരാം. ചെറുപ്പത്തിൽ തന്നെ വേണ്ട രീതിയിൽ പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള പലർക്കും ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നേനെ. നമ്മുടെ നല്ല കഴിവുകൾ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ഒത്തിരി മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഒരു പക്ഷേ ഉണ്ടായേനെ. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ മനുഷ്യരും നാളുകളിൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കേണ്ടവരാണ്. സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല കാര്യങ്ങൾ നമ്മളായിട്ട് ഒരിക്കലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അധ്യായം 181. ജീവിതത്തിൽ മുന്നേറ്റം ആഗ്രഹിക്കാത്തവരെ ആരും തന്നെ നമ്മൾക്കിടയിൽ കാണുകയില്ലല്ലോ. മുന്നേറ്റം എല്ലാ മേഖലയിലായാലും വ്യക്തി ജീവിതത്തിൽ ആയാലും വളരെയധികം ആവശ്യമാണ്. പലപ്പോഴും മുന്നേറാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായെന്ന് വന്നേക്കാം. സ്ഥിരോത്സാഹവും ദൃഢനിശ്ചയവും കഠിനമായ പരിശ്രമവും ആവശ്യമായി വന്നേക്കാം. ജീവിതത്തിൽ മുന്നേറാനായിട്ട് നല്ല കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ മുന്നേറ്റം ഒരുപക്ഷെ ഉണ്ടാവുകയുള്ളൂ. മുന്നേറ്റത്തിനായി ശ്രമിക്കുമ്പോൾ പലരിൽ നിന്നും നിരുത്സാഹപ്പെടുത്തലുകളും നെഗറ്റീവ് വാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒരുപക്ഷെ കേൾക്കേണ്ടി വന്നേക്കും. അവയെ എല്ലാം ശ്രദ്ധയോടെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. മുന്നേറ്റം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. പക്ഷേ എങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാകില്ല. മുന്നേറ്റത്തിനായി പരിശ്രമിക്കുമ്പോൾ തടസ്സങ്ങളുണ്ടായെന്ന് വരാം, പരാജയങ്ങളുണ്ടായെന്ന് വരാം. അതിലൊന്നും തളരാതെ പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ആരോഗ്യം, ശാസ്ത്ര സാങ്കേതികം, വിജ്ഞാനം, വിദ്യാഭ്യാസം, കമ്മ്യൂണിക്കേഷൻ, യാത്ര, പാർപ്പിടം, തൊഴിൽ, അങ്ങനെ ഒത്തിരി മേഖലകളിൽ മുന്നേറ്റം അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ ഫലങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. ഒരിടത്ത് മുന്നേറ്റം ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഒരു പക്ഷേ പിന്നോട്ടായി എന്ന് വന്നേക്കാം. മുന്നേറാനായി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലരുടെയും പിടിവാശികൾ മുന്നേറാൻ ഒരു പക്ഷേ തടസ്സമായിട്ട് വരാറുണ്ട്. ശരിയായ വിധത്തിൽ തടസ്സങ്ങളെ അതിജീവിക്കുക. നമ്മൾ ഓരോരുത്തരും ശാരീരികമായും മാനസികമായും കരുത്ത് നേടേണ്ടത് ഇതിൻ്റെ ആവശ്യമാണ്. പലർക്കും കഴിഞ്ഞ കാലങ്ങളിൽ ആവശ്യമായ മേഖലയിൽ മുന്നേറാൻ കഴിയാതെ പോകുന്നത് അവരുടെ ജീവിതത്തിൽ വളരെയേറെ നിരാശയ്ക്ക് ഒരു പക്ഷേ കാരണമായി തീരാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെടുത്തിയ സമയം നമ്മൾക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന സമയം നാളുകളിൽ നമ്മൾക്ക് കിട്ടില്ല എന്ന് തിരിച്ചറിയുക. ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും സമയം പാഴാക്കില്ലെന്ന് ദൃഢനിശ്ചയം എടുക്കുക. ഏത് വെല്ലുവിളികളെയും സധൈര്യം നേരിടാൻ നിരന്തരം കരുത്ത് നേടിക്കൊണ്ടിരിക്കുക. ഏത് മേഖലയിലാണെങ്കിലും പിന്നോട്ട് പോകാൻ പിന്മാറാൻ വളരെ എളുപ്പമാണ്. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ മുന്നേറാൻ കഷ്ടപ്പെടുക തന്നെ വേണം. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിനായി മുന്നിട്ടിറങ്ങുന്നതിനും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആരിൽ നിന്നും ഒരു പക്ഷേ പ്രോത്സാഹനം ലഭിക്കണമെന്നില്ല. എത്രയോ നല്ല കാര്യങ്ങളാണ്, അവസരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ നാളെ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകുക. ഇനിയെങ്കിലും തിരിച്ചറിയുക, നമ്മൾക്കുണ്ടായ നഷ്ടങ്ങൾ നമ്മുടേത് മാത്രമാണ്. മറ്റുള്ളവരുടെ കളിയാക്കലുകൾക്ക് മുന്നിൽ നമ്മളുടെ നല്ല കഴിവുകൾ പുറത്തെടുക്കാതിരുന്നാൽ, പരിശ്രമിക്കാതിരുന്നാൽ നാളുകളിൽ അതെല്ലാം നമ്മൾക്ക് തന്നെ സങ്കടത്തിന് കാരണമായേക്കാം. ലോകത്തിന് ഇനിയും വളരെയധികം മുന്നേറ്റം ആവശ്യമാണ്. പല മേഖലകളിലും പരിപൂർണത നേടിയെടുക്കാൻ കഠിനമായ പരിശ്രമം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. സ്ഥിരമായ പരിശീലനമാണ് നമ്മളെ ചെയ്യുന്ന കാര്യത്തിലേക്ക് മികവുള്ളവരാക്കുന്നത്. നമ്മുടെയൊക്കെ ഈ ലോകത്തുള്ള ജീവിതം വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ്. ഏറിപ്പോയാൽ 100 വർഷം ഒരു പക്ഷേ ആയുസ് കിട്ടിയേക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ ചുറ്റിലുമുള്ളവരുടെയും മുന്നേറ്റത്തിന് വേണ്ടിയാകട്ടെ. ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് നിരാശപ്പെട്ടിരിക്കാതെ, തളരാൻ അനുവദിക്കാതെ നിരന്തരം നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും മുന്നേറാൻ സഹായകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 182. ജീവിതത്തിൽ ഓരോ നിമിഷവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ചില മാറ്റങ്ങൾ മാത്രമേ നമ്മളിൽ പലരും തിരിച്ചറിയുന്നുള്ളൂ. എല്ലാ മാറ്റങ്ങളും തിരിച്ചറിയാൻ മനുഷ്യർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ലോകം ഇന്നുള്ളത് പോലെ അല്ല നാളെ കാണാൻ കഴിയുക. ഒത്തിരി മാറ്റങ്ങൾ അതിവേഗം നമ്മൾ ജീവിക്കുന്ന ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 വർഷങ്ങൾ പുറകിലോട്ട് ചരിത്രത്തെ ആളുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ അന്നും ഇന്നും തമ്മിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നിപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നു. മനുഷ്യരുടെ പല മേഖലയിലുമുള്ള ജോലിഭാരം കുറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളയാളെ ഉപദേശിച്ചുകൊണ്ടോ
ശിക്ഷ നൽകിയതുകൊണ്ടോ ശകാരിച്ചതുകൊണ്ടോ അയാളിൽ പരിപൂർണമായ മാറ്റം ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള വിമുഖതയാണ് നമ്മളെ വിജയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റിലും. അവരെടുക്കുന്ന ദൃഢനിശ്ചയമാണ് അവരെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. ലോകത്തെ ചെറുതായെങ്കിലും മാറ്റിമറിക്കാൻ ഒരാളെ കൊണ്ട് കഴിയും. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ എത്ര വ്യക്തികളെ കാണാൻ സാധിക്കും നമുക്ക് മാതൃകയാക്കാനായിട്ട്. കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ചുറ്റിലും കൊണ്ടുവരാൻ നമ്മളിൽ പലർക്കും കഴിയും. ജീവിതം നമ്മൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട്. അവയെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. ഉണർന്ന് പ്രവർത്തിക്കുക എങ്കിലാണ് മാറ്റങ്ങൾ സാധ്യമാകുള്ളൂ. ലോകത്തിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഉടനടി ഫലം ഉണ്ടാവണമെന്നില്ല, വർഷങ്ങൾ എടുത്തേക്കാം. നമ്മുടെ പൂർവികർ മരങ്ങൾ നട്ട് പിടിപ്പിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഫലവൃക്ഷങ്ങളിൽ നിന്നും ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവർ തങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയെപ്പറ്റി ചിന്തിച്ചു. നിരന്തരം ശ്രമിച്ചാൽ മാത്രമേ നല്ല മാറ്റങ്ങൾ സ്വന്തമാക്കാൻ ഒരുപക്ഷെ സാധിക്കുകയുള്ളൂ. ഒരുപാട് മനുഷ്യർ അവർ കണ്ട ലക്ഷ്യം നേടിയെടുക്കാൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. പിന്മാറാതെയുള്ള അവരുടെ പരിശ്രമം ഒടുവിൽ വെച്ചും കണ്ടു. ഒരുപാട് വിമർശനങ്ങളെയും കളിയാക്കലുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് അവരിൽ പലരും ഒരുപക്ഷെ നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. ഉള്ളിൽ അതിശക്തമായ ആഗ്രഹം ഉണ്ടാകണം. അവനിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട്. മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന നെഗറ്റീവ് കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ച് തളരാൻ ഒരിക്കലും അനുവദിക്കരുത്. എപ്പോഴും നല്ല മാറ്റങ്ങൾക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒരു നാൾ വിജയം സ്വന്തമാക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് ഈ നിമിഷം മാത്രമേ നമ്മുടെ പക്കലുള്ളൂ. അടുത്ത നിമിഷം നമ്മൾക്കുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ലോകത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. നല്ല മാറ്റങ്ങൾ നമ്മുടെ ചുറ്റിലും കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ വളരുന്നതിനൊപ്പം നമ്മുടെ ചുറ്റിലുമുള്ളവരെ നേരായ പാതയിൽ വളരാൻ സഹായിക്കുക. നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇനിയുള്ള കാലം എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 183. എന്തു കാര്യവും നേടണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതുണ്ട്. കഷ്ടപ്പെട്ടാൽ മാത്രമാണ് എവിടെയും വിജയം നേടാൻ കഴിയുകയുള്ളൂ. ലോകത്തിൽ എവിടെയൊക്കെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ടാകും. കഷ്ടപ്പെടാതെ ഒന്നും തന്നെ എളുപ്പത്തിൽ നേടാൻ കഴിയില്ലല്ലോ. നല്ലതുപോലെ കഷ്ടപ്പെട്ടാൽ നല്ലതുപോലെ വിജയം നേടാൻ എളുപ്പം സാധിച്ചേക്കും. വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാവുക. നമ്മുടെ ഓരോ കഷ്ടപ്പാടുകൾക്കും എന്തെങ്കിലും ഒരു തക്കതായ ഫലം ലഭിക്കട്ടെ. എല്ലാവർക്കും വിജയം നേടാനായി നല്ലതുപോലെ കഷ്ടപ്പെടാൻ സാധിക്കട്ടെ. അധ്യായം 184. നമ്മുടെ ചുറ്റിലും നല്ലതും മോശമായതുമായ കാര്യങ്ങളുണ്ടാവും. നല്ലത് പിന്തുടർന്നാൽ മാത്രമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. നല്ലത് മാത്രം പിന്തുടരുക. നമ്മുടെ ചുറ്റിലുമുള്ള നല്ലത് കണ്ടെത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നല്ലതല്ലാത്ത പിന്തുടർന്നാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരിക്കൽ ദോഷം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിലേക്ക് നല്ലത് ചെയ്യാൻ നല്ലത് മാത്രം പിന്തുടരാൻ കഴിയട്ടെ. അധ്യായം 185. നാളുകളേറെ കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നഷ്ടങ്ങളുടെ വില തിരിച്ചറിയുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും നഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായേക്കാം. നഷ്ടങ്ങൾ നമ്മളെ ഒരുപക്ഷെ ദുഃഖത്തിലാക്കിയേക്കും, നിരാശയിലാക്കിയേക്കും. നഷ്ടത്തിൻ്റെ വേദന അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. നഷ്ടങ്ങൾ നൽകുന്ന തിരിച്ചറിവിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. നഷ്ടം നൽകിയ കുറവുകൾ നികത്തിയെടുക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. നാളുകളിൽ നഷ്ടം സംഭവിക്കുമെന്നൊന്നും മുൻകൂട്ടി ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ലല്ലോ. ആരും തന്നെ നഷ്ടം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടില്ലല്ലോ. നഷ്ടസാധ്യത കൃത്യമായി വിലയിരുത്തേണ്ടത് മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. കഴിഞ്ഞ കാല നഷ്ടങ്ങളിൽ പലതും നമ്മളെ ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കാൻ കാരണമായേക്കാം. ഈ ലോകത്തിൽ ഒന്നും തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നതല്ലോ. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും മരണമുണ്ട്. മരണത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ ആർക്കും കഴിയില്ലല്ലോ. നമ്മൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നമ്മളെ വളരെയേറെ വേദനിപ്പിക്കുമ്പോഴും നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ നമ്മളൊക്കെ മറന്നു പോകുന്നു. നഷ്ടങ്ങളുടെ കണക്കുകൾ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ പറയാനുണ്ടാകും. അവരൊക്കെ നഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള നിരന്തര പരിശ്രമത്തിലാണ്. ഇന്നലകളിലെ നഷ്ടങ്ങളെ ഓർത്ത് തളർന്നിരിക്കുന്നതിൽ അർത്ഥമില്ല. നഷ്ടം നൽകിയ കുറവുകൾ നമ്മളിൽ നിന്നും അകലണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മൾക്കുണ്ടായ നഷ്ടത്തെ നേരായ വഴിക്ക് നേരിടാൻ, ഭാവിയിൽ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. 186. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെയില്ലല്ലോ. എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ പലപ്പോഴും ഒരു പക്ഷേ സാധിക്കാറില്ല. ഓരോ നഷ്ടവും നമ്മൾക്ക് വേദനയും അതോടൊപ്പം വലിയൊരു തിരിച്ചറിവ് സമ്മാനിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഒരു പക്ഷേ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ള നഷ്ടങ്ങളിൽ നിന്നും തിരിച്ചറിവുകൾ നേടിക്കൊണ്ട് മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. എന്ത് കാര്യത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കൊടുക്കേണ്ടതുണ്ട്. നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നഷ്ടങ്ങളെ നികത്താൻ ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ്. എന്തെങ്കിലും കാര്യത്തിൽ നഷ്ടപ്പെടുത്തലുകൾ വരുത്തിയാൽ മാത്രമേ ഒത്തിരി നേട്ടങ്ങൾ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ചില നഷ്ടങ്ങളൊക്കെ ഒരു പക്ഷേ പിന്നീട് വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം. ചില നഷ്ടങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയത്തില്ല. ചില കാര്യത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ മറ്റു ചില കാര്യത്തിൽ ഒരു പക്ഷേ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഒത്തിരി വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറവുകൾ എത്രത്തോളമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നുണ്ടാവുക.
എവിടെ ഈ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായേ തീരുള്ളൂ. ഒരു കെട്ടിടം പണിയണം എങ്കിൽ കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്ന് മണ്ണും അവിടെ നിൽക്കുന്ന മരങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം മാറ്റേണ്ടി വരുമല്ലോ. അതൊന്നും നഷ്ടപ്പെടുത്താതെ കെട്ടിടം പണ്ടുയർത്താൻ സാധിക്കില്ലല്ലോ. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഒരു പക്ഷേ കഴിയും. ചില നഷ്ടങ്ങൾ നമ്മൾക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയില്ല. പ്രകൃതി നമ്മൾക്ക് നൽകുന്ന ശുദ്ധവായു, വെള്ളം എല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമല്ലോ. നഷ്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വേദനകളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമ്മൾ നേരിടുന്ന നഷ്ടങ്ങളെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ഏതു നിമിഷവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിന് ആവശ്യമായ ഉറക്കം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. പ്രതികാര ചിന്ത, കോപം, മോശമായ പെരുമാറ്റം, അസൂയ, അഹങ്കാരം, പിടിവാശി, നെഗറ്റീവ് ചിന്ത, നുണപ്പറച്ചിൽ, കള്ളത്തരം കാണിക്കൽ, പരദൂഷണം പറയൽ, അപമാനിക്കൽ, അനാവശ്യ കുറ്റം പറച്ചിൽ, അലസത എല്ലാം തന്നെ സമയാസമയങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് നമ്മളിൽ തടസ്സമായ എന്തെല്ലാമാണെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾക്കൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. അതിനായി നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖലോലുപത പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. നമ്മളിലെ മോശമായ മാറ്റങ്ങൾക്ക് കാരണമായവ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഒരു പക്ഷേ കഴിയുകയുള്ളൂ. ഇപ്പോഴുണ്ടാകുന്ന ഓരോ നഷ്ടവും ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ പരിശ്രമിക്കാൻ കാരണമായി തീരട്ടെ. ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്. നഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ മാത്രമേ മുന്നോട്ട് സന്തോഷവും സമാധാനവും ഒരുപക്ഷേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി നന്മ നിറഞ്ഞ മനുഷ്യരാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവരായി പങ്കുവയ്ക്കുന്നത്. അവർ ഒരിക്കലും അതൊന്നും നഷ്ടങ്ങളായിട്ട് കാണാത്തത് കൊണ്ടാണ് അവർക്കെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത്. സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച എത്ര വ്യക്തികളുണ്ട് നമ്മുടെ ചുറ്റിലും. അവരൊക്കെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ മറ്റു പലരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ ആഴം ഒരു പക്ഷേ കൂടിപ്പോയേനെ. ആർക്കായാലും എന്ത് കാര്യത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാൻ എളുപ്പമാണ്. മുന്നോട്ട് ഒന്നും ചെയ്യാതെ അലസരായിരുന്നാൽ ഒന്നും തന്നെ നേടിയെടുക്കാൻ ആർക്കായാലും കഴിയത്തില്ലല്ലോ. നേരായ വഴിക്ക് അല്ലാതെ നേടിയതെല്ലാം ഒരു നാൾ ആർക്കായാലും നഷ്ടപ്പെടുത്തേണ്ടി വരും. വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെ നമ്മുടെ സുഖത്തിനും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. പ്രായം കൂടുന്തോറും ഓരോന്നും നഷ്ടപ്പെടാൻ തുടങ്ങും. അതിനെയെല്ലാം കുറ്റപ്പെടുത്താതെ സ്വീകരിക്കാൻ തയ്യാറാകുക. ആരോഗ്യത്തിന് ഹാനികരം, അപകട മേഖല എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതെ നഷ്ടങ്ങൾ സ്വയം സ്വീകരിക്കാൻ ഒരു പക്ഷേ തയ്യാറാകേണ്ടി വരും. പലരും മറ്റുള്ളവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. മറ്റുള്ളവർ ഒരു പക്ഷേ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ പല മാർഗ്ഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാകും. ഒത്തിരി കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അവരൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാകുക. അതുപോലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ലല്ലോ. ശ്രദ്ധയില്ലാത്തിടത്ത് സ്വാഭാവികമായി നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാനും മുന്നോട്ട് നഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള പരിശ്രമവും ഉണ്ടാവട്ടെ. അധ്യായം 187. നമ്മളിൽ പലർക്കും സങ്കടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം നഷ്ടബോധമാണ്. നഷ്ടബോധം നമ്മളെ ഒരു പരിധിവരെ നിരാശയിലേക്ക് നയിച്ചേക്കാം. മുന്നോട്ട് ഓരോ പുതിയ കാര്യങ്ങളും ചെയ്യാനായിട്ട് നഷ്ടബോധത്തിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. നഷ്ടബോധം നമ്മളെ പല സാഹചര്യത്തിലും തളർത്തിയേക്കാം. നഷ്ടബോധം നമ്മളെ ഓരോരുത്തർക്കും കൂടുതൽ തിരിച്ചറിവുകൾ നൽകട്ടെ. നഷ്ടബോധത്തിൽ നിന്ന് മോചിതരായിക്കൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ. അധ്യായം 188. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നീതി പുലർത്തേണ്ടതുണ്ട്. നീതിക്ക് നിരക്കാത്തത് നമ്മളിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. നീതിക്ക് വേണ്ടി പലപ്പോഴും പോരാടേണ്ടി വന്നേക്കാം. നീതി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നീതി നടപ്പാക്കാൻ നമ്മൾക്കുള്ള ആശ്രയമാണ് കോടതികൾ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും നീതി പുലർത്തുക. നീതി പുലർത്തിയാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ, നമ്മൾ വളരുകയുള്ളൂ. നീതി നഷ്ടപ്പെടാതെ നമ്മൾക്ക് നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവരോടും നീതി പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അധ്യായം 189. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും നിയന്ത്രണത്തിൽ പോകുന്നവയാണ്. നമ്മളാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മൾക്ക് രോഗാവസ്ഥ വരുമ്പോൾ പല കാര്യങ്ങളും സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരിക സ്വാഭാവികമാണ്. അന്നേരം മരുന്നിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. ലോകത്തിൽ സമാധാനം നിലനിൽക്കുന്ന പല കാര്യങ്ങളും നിയമ സംവിധാനം വഴി നിയന്ത്രിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയേണ്ടതുണ്ട്. തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യവും നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അതുമൂലം ഒത്തിരി ആളുകൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. നമ്മുടെ ശരീരം നല്ലതുപോലെ പരിപാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെട്ടേക്കാം. കൃത്യമായ വ്യായാമം വഴിയായും കൃത്യമായ ഭക്ഷണം വഴിയായും ആരോഗ്യത്തെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിന് പല കാര്യങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. എന്ത് കാര്യവും നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരവരെ തന്നെ എങ്കിലും നിയന്ത്രിക്കുവാൻ സാധിക്കട്ടെ.
അധ്യായം 190. എന്തു കാര്യത്തിലും മുൻപന്തിയിലെത്തിക്കുക നിരന്തരമായ പരിശ്രമമാണ്. നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പല രംഗങ്ങളിലും വിജയം കൈവരിക്കാൻ എളുപ്പമാണ്. നിരന്തരമായ പരിശ്രമം നമ്മൾക്കുണ്ടാവണമെങ്കിൽ ഭാവിയിൽ നേടേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യം മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. പരാജയങ്ങൾക്ക് നടുവിൽ നമ്മൾക്ക് മുന്നോട്ട് പരിശ്രമിക്കാൻ സാധിക്കുന്നത് വിജയം നേടുമെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ്. പരിശ്രമിക്കാതെ ആർക്കും ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. നഷ്ടങ്ങൾ എത്ര വന്നാലും വിജയിക്കാനുള്ള പരിശ്രമം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മുടെ നഷ്ടങ്ങൾ മാറിക്കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു വിജയം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും നിരന്തരമായ പരിശ്രമം ഉപേക്ഷിക്കാതിരിക്കുക. എല്ലാവർക്കും നിരന്തരമായ പരിശ്രമത്തിലൂടെ ഉന്നത വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ. അധ്യായം 191. നിരാശ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും കടന്നു വന്നേക്കാം. നിരാശ ചിന്തകളെ ഒഴിവാക്കാനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. നിരാശ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒരു പരിധിയിൽ കൂടുതലായി കടന്നു വന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതിന് തടസ്സം നേരിട്ടേക്കാം. നിരാശ ചിന്തകളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നിരാശ ചിന്തകൾ നമ്മുടെയൊക്കെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. നിരാശ ചിന്തകളെ പിന്തുടർന്നാൽ പലപ്പോഴും തോൽവികളെ നേരിടേണ്ടി വന്നേക്കാം. നിരാശ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 192. നിരാശകൾ നമ്മൾക്ക് സങ്കടങ്ങൾ മാത്രമാണ് നൽകുകയുള്ളൂ. നിരാശകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് വിജയം നേടുക വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ നിരാശപ്പെടാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായേക്കാം. നിരാശകളെ ശരിയായ വിധത്തിൽ ഒഴിവാക്കാൻ പഠിക്കേണ്ടതുണ്ട്. നിരാശകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിരാശകൾ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചേക്കാം. നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നിരാശകളെ ഒഴിവാക്കുകയാണ് എളുപ്പമുള്ള മാർഗം. ഓരോ കാര്യത്തിലും പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുവാൻ നിരാശകളെ ഒഴിവാക്കാൻ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 193. ഓരോ കാര്യവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിർദ്ദേശം അനുസരിക്കേണ്ടതുണ്ട്. നിർദ്ദേശം അനുസരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം. ഓരോ നിർദ്ദേശങ്ങളും മുന്നോട്ട് സുഗമമായി പോകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെയുള്ള നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നിർദ്ദേശം അനുസരിക്കാൻ താല്പര്യമില്ലാത്തവരെ സ്വാഭാവികമായിട്ട് പുറത്താക്കേണ്ടി വരും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം കൃത്യമായി വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സമ്മതം അറിയിക്കാൻ പാടുള്ളൂ. പരീക്ഷയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം തെറ്റിച്ചാൽ ആ വ്യക്തിയെ പരീക്ഷയിൽ നിന്നും അയോഗ്യരാക്കുമല്ലോ. എവിടെയും നിർദ്ദേശം അനുസരിച്ചാൽ മാത്രമാണ് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. നിർദ്ദേശം അനുസരിക്കാൻ കഴിയാത്തവരെല്ലാം പുറത്താക്കപ്പെടും. ഏത് നിർദ്ദേശമാണെങ്കിൽ പോലും അത് എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ സ്വീകാര്യമാകണമെന്നില്ല. ഓരോ നിർദ്ദേശവും പാലിക്കപ്പെടേണ്ടതാണെങ്കിൽ പാലിക്കാനും പാലിക്കപ്പെടാൻ സാധിക്കാത്തത് ആണെങ്കിൽ വ്യക്തമായ കാരണം സഹിതം ബോധിപ്പിക്കാനും എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 194. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോരോ നിർബന്ധങ്ങൾ ഓരോ കാര്യത്തെക്കുറിച്ചുണ്ടാകുമല്ലോ. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആർക്കും ഒരു പരിധിയിൽ കൂടുതൽ നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ നിർബന്ധങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നവർ മാത്രമേ നമ്മളെപ്പോഴും കൂടെ കൂട്ടാറുള്ളൂ. ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. അവ ഒഴിവാക്കിയാൽ രോഗം സുഖമാകാൻ കാലതാമസം എടുത്തേക്കാം. നിർബന്ധത്താൽ ചെയ്യുന്ന പല കാര്യത്തിലും സന്തോഷവും സംതൃപ്തിയും എല്ലായ്പ്പോഴും ഉണ്ടായെന്ന് വരില്ല. നിർബന്ധത്താൽ ചെയ്യുന്ന പല കാര്യങ്ങളും എന്നെങ്കിലും ഒരിക്കൽ നഷ്ടപ്പെട്ടേക്കാം. വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ എടുക്കേണ്ടവ അല്ല, സ്വന്തം തീരുമാനത്തിൽ എടുക്കേണ്ടവയാണ്. എന്ത് കാര്യത്തിലും വിജയം നേടാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്ത് കാര്യത്തിലും പരാജയപ്പെടാതിരിക്കാൻ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ നിർബന്ധമായിട്ടും വേണ്ട കാര്യത്തെപ്പറ്റി വ്യക്തമായ ധാരണ എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. അധ്യായം 195. നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നിർഭാഗ്യം ഉണ്ടാവാറുണ്ട്. എല്ലാ കാര്യത്തിലും ഭാഗ്യമുള്ള മനുഷ്യർ ഈ ലോകത്തിലുണ്ടാവാനിടയില്ലല്ലോ. പല കാര്യത്തിലും ഏത് മനുഷ്യർക്കിടയിൽ നിർഭാഗ്യം ഉണ്ടായേക്കാം. ഏതൊരു മനുഷ്യനും നിർഭാഗ്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നത് സങ്കടകരമായ കാര്യമാണല്ലോ. നമ്മുടെയൊക്കെ നിർഭാഗ്യങ്ങൾ എന്നെങ്കിലും ഒരിക്കലും മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നിർഭാഗ്യത്തെ നമ്മൾ നേരിടുക തന്നെ വേണം. മുന്നോട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. എന്നെങ്കിലും ഒരിക്കൽ നിർഭാഗ്യം ഒഴിവായിക്കൊണ്ട് ഭാഗ്യം കടന്നു വന്നേക്കാം. ഒരു കൂട്ടർക്ക് ഭാഗ്യം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കൂട്ടർക്ക് നിർഭാഗ്യവും ഉണ്ടാവുന്നുണ്ടല്ലോ. നിർഭാഗ്യകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ ആർക്കും തന്നെയും ഭാഗ്യം നേടാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് ഇന്ന് നമ്മളായിരിക്കുന്നത് ഭാഗ്യമുള്ളത് കൊണ്ടാണല്ലോ. നമ്മുടെ ചുറ്റിലുമുള്ള എത്ര മനുഷ്യരാണ് ഈ നിമിഷത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പോയിരിക്കുന്നത്. നാളുകളിൽ നമ്മളും ഈ ഭൂമിയിൽ നിന്ന് വേർപെടേണ്ടവരാണ്. നിർഭാഗ്യകരമായ അവസ്ഥകൾ ഒരു പരിധിവരെങ്കിലും ഒഴിവാക്കാനായി നിരന്തരം പരിശ്രമിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 196. ഏത് കാര്യവും നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. എന്ത് കാര്യവും ഒരു പരിധിയിൽ കൂടുതൽ നിലനിർത്താൻ കഴിയില്ലല്ലോ. ഒരു കെട്ടിടത്തിന് നിശ്ചിത ആയുസ്സുണ്ട്. അതിനപ്പുറം ആ കെട്ടിടം നിലനിർത്തിയാൽ ഏത് നിമിഷവും കെട്ടിടം തകർന്നു വീണേക്കാം. പല കാര്യങ്ങളും നിലനിർത്തണമെങ്കിൽ ക്ഷമയും കഠിനാധ്വാനവും സാമ്പത്തിക സ്ഥിതിയും എല്ലാം വേണ്ടി വന്നേക്കാം. എത്ര വർഷം കൊണ്ട് നിലനിർത്തി പോരുന്നത് ആണെങ്കിലും നിലം പതിക്കാൻ നിമിഷ നേരം മാത്രം മതി. ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. വ്യായാമം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യമായ നല്ല കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ട പരിശ്രമങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 197.
നമ്മളിൽ പലർക്കും പല സാഹചര്യങ്ങളിലും വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ശക്തമായ നിലപാട് പല സാഹചര്യത്തിലും എടുത്താൽ മാത്രമാണ് മുന്നോട്ട് സുഗമമായി പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെടുക്കുന്ന ഓരോ നിലപാട് അനുസരിച്ചായിരിക്കും നമ്മൾക്കുണ്ടാകുന്ന ജയവും തോൽവിയും. മുന്നോട്ട് നമ്മൾ നടക്കേണ്ട വഴികളെപ്പറ്റി വ്യക്തമായ നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മളെടുക്കുന്ന നിലപാടുകളാണ്. നമ്മളെടുക്കുന്ന നിലപാടുകൾ ഒരു പക്ഷേ തെറ്റിയെന്ന് വരാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നിലപാടുകളെ തിരുത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടോടെ മാത്രം നമ്മൾ ഓരോരുത്തരും നിലപാട് സ്വീകരിക്കുക. നമ്മുടെ നിലപാട് മറ്റുള്ളവരെ കൃത്യമായി അറിയിക്കുക. നമ്മുടെ നിലപാടായിരിക്കും നമുക്ക് മുന്നോട്ട് വിജയമാണോ തോൽവിയാണോ നേടിത്തരുന്നതെന്ന് തീരുമാനിക്കുന്നത്. നമ്മളെല്ലാവർക്കും അവരുടെ ജീവിതം സന്തോഷത്തിനും സമാധാനത്തിലും കൊണ്ടുപോകുന്നതിന് വേണ്ട നിലപാട് കൃത്യമായി തന്നെ എടുക്കാൻ സാധിക്കട്ടെ. അധ്യായം 198. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരത്തിലെത്തിക്കുക. സാമ്പത്തിക നിലവാരം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ നിലവാരം, അങ്ങനെ പലതരത്തിൽ നിലവാരം ഒരുപക്ഷെ അളക്കാറുണ്ടല്ലോ. നമ്മൾ എന്തും സ്വീകരിക്കുക നമ്മുടെ നിലവാരത്തിന് ഉചിതമായത് ആണല്ലോ. നിലവാരം പതുക്കെ പതുക്കെയാണ് മെച്ചപ്പെടുത്തി കൊണ്ടുവരുവാൻ പലപ്പോഴും സാധിക്കുകയുള്ളൂ. പല കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടാണ് നമ്മുടെ ചുറ്റിലുമുള്ള ഒരാളുടെ നിലവാരം നമ്മൾ മനസ്സിലാക്കുക. ഒരു സാഹചര്യത്തിൽ തന്നെ രണ്ട് മനുഷ്യർ തമ്മിൽ നേരിടുന്ന രീതിയിലുള്ള വ്യത്യാസം അവരുടെ നിലവാരം മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. കലാപരമായ സൃഷ്ടികൾക്ക് നിലവാരമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും. എല്ലാം കൃത്യമായി ചേർന്നെങ്കിൽ മാത്രമേ അതിൻ്റേതായ ഭംഗി എവിടെയായാലും ഉണ്ടാവുകയുള്ളൂ. ഒരേ കലാസൃഷ്ടിയാണെങ്കിൽ കൂടിയും അത് ഓരോരുത്തരും ആസ്വദിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഒരുപക്ഷേ എല്ലാവർക്കും ഒരുപോലെ കലാസൃഷ്ടി ഇഷ്ടമായെന്ന് വരത്തില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തിലും നിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ഉൽപ്പന്നത്തിൻ്റെ നിലവാരം കുറഞ്ഞാൽ ആ ഉൽപ്പന്നം വാങ്ങിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷേ കുറഞ്ഞേക്കാം. പലരും ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ അധികമായി ഉൽപ്പന്നത്തിൻ്റെ നിലവാരമാണ് പലപ്പോഴും പരിശോധിക്കുക. സ്വർണ്ണത്തിന് വിലയുള്ളത് അതിന് അതിൻ്റേതായ നിലവാരമുള്ളത് കൊണ്ടല്ലേ. നിലവാരം കുറഞ്ഞ വസ്തുക്കൾ വാങ്ങിച്ച് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ജോലിഭാരം കൂട്ടുവാനും ആരും ആഗ്രഹിക്കുകയില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് നല്ല നിലവാരമില്ലെങ്കിൽ ആളുകൾക്ക് പൊതുവെ താല്പര്യം കുറഞ്ഞു തുടങ്ങും. മറ്റുള്ളവരെ പോലെ നിലവാരത്തിലെത്താൻ നമ്മൾക്ക് എപ്പോഴും സാധിച്ചെന്ന് വരില്ല. അതുപോലെ നമ്മുടെ നിലവാരത്തിനൊപ്പം എത്താൻ മറ്റുള്ളവർക്കും എപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. സാഹചര്യം കണ്ടറിഞ്ഞ് മാത്രം മറ്റുള്ളവരോട് പെരുമാറുവാനും നമ്മുടെ നിലവാരം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും എപ്പോഴും ശ്രമിക്കുക. മറ്റുള്ളവർ എത്രയൊക്കെ നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാലും അവരുമായി വെറുതെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടോ നമ്മുടെ നിലവാരം നഷ്ടപ്പെടുത്താതിരിക്കുക. പകരം ആവശ്യമെങ്കിൽ ഉചിതമായ സഹായം വേണ്ടപ്പെട്ടവരിൽ നിന്നും നിയമ സംവിധാനത്തിൽ നിന്നും തേടുക. നമ്മുടെ നിലവാരം നമ്മൾ തന്നെ പരിശ്രമത്തിലൂടെ ഉയർത്തുക. എല്ലാവർക്കും നല്ല നിലവാരത്തോടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അധ്യായം 199. നമ്മളെ പല പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് നയിക്കുന്നത് നിശ്ചയദാർഢ്യമാണ്. നമ്മൾക്ക് ആവശ്യമായ എന്തിനോടും പൊരുതാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവേണ്ടതുണ്ട്. നിശ്ചയദാർഢ്യമുള്ള വ്യക്തികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യം നേടിയെടുക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. മനസ്സിൽ വ്യക്തമായ നിശ്ചയദാർഢ്യമുള്ളവർക്ക് എത്ര കാലം വേണമെങ്കിലും കഷ്ടപ്പെടാൻ ഒരുക്കമാകും. നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യം നേടിയെടുക്കാൻ പരിശ്രമിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 200. നമ്മൾ ഓരോ കാര്യവും മുന്നോട്ട് ചെയ്യുന്നതിനായി നിശ്ചയിക്കാറുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾ പലപ്പോഴും സമയത്ത് തന്നെ നടക്കണമെന്നില്ല. എന്തു കാര്യത്തിനും കാര്യങ്ങൾ സുഗമമാകാൻ ഒരു സമയപരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. നേരത്തെ നിശ്ചയിച്ചു തീരുമാനത്തിലെത്തിയാൽ മാത്രമാണ് സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭാവിയിൽ നമ്മൾ ഓരോരുത്തർക്കും എന്ത് നേടണമെന്ന് ഇന്നേ നിശ്ചയിക്കുകയും അതിനായി പരിശ്രമിക്കുകയും വേണം. ഓരോ കാര്യവും നിശ്ചയിച്ചാൽ മാത്രം പോരല്ലോ, അതെല്ലാം നടപ്പിലാക്കാൻ ഒത്തിരി കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഭാവിയിൽ നേടേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി നിശ്ചയിക്കാൻ സാധിക്കട്ടെ.